പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, മുഅ്മിനീങ്ങളെ കാതു കൊടുക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. വഅൻസിതു, സംസാരം ഉപേക്ഷിക്കണേ, മിണ്ടാതിരിക്കണേ. എന്തിനാണ് ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് തീർച്ചയായും അല്ലാഹു കരുണ ചെയ്യാൻ വേണ്ടിയത്രേ. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചൊരിയും? കരുണ അല്ലാഹു ചൊരിയും. എന്ത് കേട്ടാൽ? ഖുർആൻ കേട്ടുകൊണ്ടിരുന്നാൽ. ഇതാരാ പറഞ്ഞത്? ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ വഅൻതാരിൽ ഖുർആനി ബൽവൽ ആഖിറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ, പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ പഠിക്കാൻ തയ്യാറാവുന്നുണ്ടോ, പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ മകഞ്ഞു മാറ്റിക്കൊണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്ന യുവത്വമേ, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതായ മതികളെ, തന്നെ കാമുകന്മാരുമായി ചാറ്റിങ്ങിലൂടെയും ഫേസ്ബുക്കിലൂടെയും സമയങ്ങളെ ചെലവഴിക്കുന്ന യുവതി യുവാക്കളെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഇന്ന് ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും വേണ്ട ഒരു കാറിന്റെ പിന്നിൽ കയറിക്കൊണ്ടൊരു സഹോദരി യാത്ര ചെയ്താലും അവരുടെ കാതിൽ ഹെഡ്സെറ്റ് ആണ്. സ്കൂളിലേക്ക് പോകുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളുടെ കാതിലും ഹെഡ്സെറ്റ് ആണ്. പരിശുദ്ധമായ ഖുർആനല്ല കേൾക്കുന്നത്, സിനിമാ പാട്ടാണ്, സിനിമാ ഗാനങ്ങളാണ്. ഇത് എതിർക്കാൻ വാപ്പയുണ്ടോ? ഇത് പറയാൻ ഉമ്മയുണ്ടോ? ഇത് എതിർത്താലും മക്കളെ മാറ്റാൻ, മക്കളുടെ സ്വഭാവം ഇതൊന്ന് മാറ്റിപ്പിടിക്കാൻ, ഒന്ന് ഉപദേശിക്കാൻ മാതാപിതാക്കൾ തയ്യാറുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കേൾക്കാൻ ആധുനിക മക്കളെ തയ്യാറാവുന്നുണ്ടോ? തീർച്ചയായും അവരുടെ ഹൃദയത്തിൽ കാരുണ്യമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കരുണ പറ്റിയ ഹൃദയങ്ങളായി നമ്മൾ മാറാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കാക്കനാട് റൂട്ടിലൂടെ എറണാകുളത്തേക്ക് പോകുമ്പോ ആ കാക്കനാട് ടൗണിലെങ്ങാനും ഒരു വാഹനാപകടത്തിൽ ഒരു സഹോദരൻ നിലവിളിച്ചുകൊണ്ട് വന്നാൽ, കാറിൽ യാത്ര ചെയ്യുന്നവനാകട്ടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവനാകട്ടെ, അടുത്ത് ചെന്നുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ട് അത് ഫേസ്ബുക്കിൽ ഇടാനും വാട്സാപ്പിൽ ഇടാൻ തുനിയുന്നതല്ലാതെ അവനെ ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനോ അവനൊന്ന് പ്രഥമ ശുശ്രൂഷ കൊടുക്കുവാനോ ഒരു മുഅ്മിനും തയ്യാറാവാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റേതായ വസ്ഫിനെ, വിശേഷണത്തെ എടുത്തിരിക്കുകയാണ്. കാരുണ്യം മനുഷ്യന്റെ ഹൃദയത്തിലില്ല. സ്വന്തം വാപ്പ മരിച്ചു കിടന്നാലും, സ്വന്തം ഉമ്മ മരിച്ചു കിടന്നാലും ആ ഉമ്മയുടെയും വാപ്പയുടെയും മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായ ആധുനിക മക്കളല്ലയോ? നഊദു ബില്ലാഹ്. ഈ മക്കളെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണ്? ഈ മക്കളെ കൊണ്ട് നമുക്കെന്ത് ഗുണമാ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ. കുന്നത്തേരിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, ആലുവയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനത്തെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. നീ വാഹനത്തിൽ യാത്ര ചെയ്താലും, നീ ബൈക്കിൽ യാത്ര ചെയ്താലും, നിന്റെ വീട്ടിലിരുന്നാലും ഖുർആൻ കേൾക്കാൻ തയ്യാറാവണേ. പരിശുദ്ധമായ ഖുർആനിന്റെ ശ്രവണ സുന്ദരമായ മാധുര്യമൊഴി നിന്റെ കർണപുടത്തിലേക്ക് അലയൊലിക്കൊള്ളണേ. ഇന്ന് എത്രയെത്ര അപകടങ്ങളാണ്. കൊക്കയിലതാ കോളേജ് കുമാരന്മാര് യാത്ര ചെയ്യവേ കൊക്കയിലേക്ക് വണ്ടി മറിഞ്ഞു എന്ന് പറയുമ്പോ മനസ്സിലാക്കണേ, അവർ പോയത് സിനിമാ പാട്ടിട്ടാണ്. ഒരു യാത്രയിലും പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ട് പോയവർ ഇന്ന് വരെ ഒരു കൊക്കയിൽ മറിഞ്ഞതായ ഒരു ചരിത്രവുമില്ല. പരിശുദ്ധമായ ദീൻ പഠിക്കുന്നതായ എത്രയോ മദ്രസ വിദ്യാർത്ഥിനികളുണ്ട്. ഉസ്താദുമാരുടെ കൂടെ എത്ര പഠന വിധേയമായ യാത്രകൾ അവർ പോയിട്ടുണ്ട്. അവർ വഅദ് കേട്ടുകൊണ്ട് പോകുന്നവരാണ്, ഖുർആൻ ശ്രവിക്കുന്നവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണ്, ഖുർആൻ മനസ്സിലാക്കുന്നവരാണ്, ഖുർആനിന്റെ വഴികളിലൂടെ നടക്കുന്നവരാണ്, ഖുർആൻ ചിന്തിച്ചുകൊണ്ട് പോകുന്നവരാണ്, ഉസ്താദുമാരുടെ തർബിയത്തിൽ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അപകടമില്ല. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽവ ദുനിയാ
വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സഹോദര സഹോദരി ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടോ, കാറിൽ യാത്ര ചെയ്യുന്നവര് കാർ റീഡർ സംഘടിപ്പിച്ചോ, ഖുർആൻ കേൾക്കണേ, ഖുർആൻ കേൾക്കണേ. ആ യാത്രയിലുള്ള വിപത്തുകളെ തൊട്ട് കാക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രയിൽ അപകടം ഉണ്ടാവൂല. ഇവിടെ ഇപ്പൊ നമ്മള് കൊക്കെ മറിഞ്ഞു, 18 പേര് മരിച്ചു, പഠിച്ചവനെ മയ്യത്ത് നിസ്കരിക്കണം. എങ്ങനെയായിരുന്നു പിള്ളേര് പോയത് DJ പാട്ട് കിട്ടുകൊണ്ടാ. ഇതിൽ ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മള് കേൾക്കാറ് ജിമിക്കി കമ്മരി തുള്ളിക്കൊണ്ട് പോയത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാര്യം നമ്മുടെ മക്കൾ ദീനില്ലാതെ പോയതിന്റെ പേരിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ കേട്ട് പോയ ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന് വരെ അപകടത്തിൽപ്പെട്ട ചരിത്രമുണ്ടോ? ഒരെണ്ണമല്ല, ഏതെങ്കിലും ഒരെണ്ണം കാണിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉണ്ടാവൂല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുദ്ഫവൻ മുസ്തമിഇൽ ഖുർആനി ബൽവദ് ദുനിയ. ഭൗതിക ലോകത്തെ എല്ലാ വിപത്തും തടുക്കും. എന്ത് വേണം? ഖുർആൻ കേൾക്കാൻ തയ്യാറാണ്. പണ്ട് രാവിലെ ദൂരദർശനിലൂടെ റേഡിയോയിലൂടെ നമ്മൾ കേൾക്കുമായിരുന്നു സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച ദിവസം 7 മണിക്ക്, അല്ലേ? കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുള്ള ഓരോ കൈ ഉയർത്തി. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. പണ്ട് നമ്മൾ ഖുർആൻ 7 മണിക്ക് രാവിലെ, അല്ലേ, റേഡിയോയിലൂടെ കേൾക്കും സൂറത്തുൽ കഹ്ഫ്. ഇന്നതൊക്കെ പോയി. കാരണം ഇന്നുണ്ടോ? അത് ഇല്ല. കാരണം എന്താ? അത് ആരും ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ എല്ലാവരും ടിവിയിലും സിനിമയിലും ഒക്കെ പോയി. അതുകൊണ്ട് പിന്നെ അതാരും ആവശ്യപ്പെടാത്തതുകൊണ്ട് റേഡിയോയിൽ അത് എടുത്തു കളഞ്ഞു. കേൾക്കാൻ ആരുമില്ല, ശ്രോതാക്കൾ ആരും ഇല്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും, അതിന് ആവശ്യക്കാരും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അതിന് പകരം വേറെ സംഭവങ്ങൾ കയറ്റി. അതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചത്. ഖുർആനില്ല. മറ്റേത് എന്തുണ്ടായിരുന്നു? ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിട്ട് എന്തുണ്ടായിരുന്നു? സൂറത്തുൽ കഹ്ഫ് രാവിലെ വെള്ളിയാഴ്ച ദിവസം അതിങ്ങനെ ഒരാൾ പാരായണം ചെയ്യും. അതെല്ലാ വീട്ടിലും റേഡിയോ നല്ല ഓളിയത്തിലിട്ട് ഇങ്ങനെ കേൾക്കും. രാവിലെ യാസീൻ സൂറത്തുകളും രാവിലെ സൂറത്തുൽ ബഖറ വീട്ടിലിടുമായിരുന്നു. ഇന്നിപ്പോ രാവിലെ മക്കള് രാവിലെ എഴുന്നേറ്റോണ്ട് എൻ്റെ അമ്മയുടെ ജിമിക്കൊക്കെ മതി വല്യാപ്പ കട്ടോണ്ട് പോയി, ഇതും കൊണ്ട് ഇടുക. ഉമ്മ ഇതും കേട്ടോണ്ട് സുഖം ഇതിനൊപ്പിച്ച് താളം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അവർക്ക് കുക്ക് ചെയ്യാനും നല്ല രസം. ഇത് കൊള്ളാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്തായി? 2 മറിച്ചിട്ട് 3ാമത്തെ മറിക്കലിന് ചട്ടകം കഴിക്കാതെ അതിന് മേലെല്ലാം അവിടെ പൊള്ളി നശിച്ചു. ഖുർആൻ കേൾക്കുന്ന വീട്, ഖുർആൻ കേൾക്കുന്നവരെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര രസമാണ് ഖുർആൻ കേട്ടിരിക്കാൻ. ദുനിയാവിലെ ബലാ മുസീബത്തുകളെ തടുക്കുന്ന കാര്യം ഒന്ന് ഖുർആനാണെങ്കിൽ മറ്റൊന്ന് എന്തുകൊണ്ട്? സ്വതക്കയുണ്ട്. സ്വതക്കത്തു റദ്ദുൽ ബലായ. എല്ലാ ബലാ മുസീബത്തുകളെ തടുക്കാൻ എന്ത് നിദാനമാണ്? സ്വതക്ക നിദാനമാണ്. നമ്മൾ ഈ വാത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഒരു പാമ്പ് കടി റബ്ബ് ഏകിയിട്ടുണ്ടാകും, അതങ്ങ് മാറും. ഒരു ആക്സിഡന്റ് ഏകിയിട്ടുണ്ടാവും, നാളത്തെ രാവിലെ ഒരു ബുദ്ധിമുട്ട് ഏകിയിട്ടുണ്ടാവും. ഇതൊക്കെ മാറും. എന്തുകൊണ്ട്? സ്വതക്ക നൽകലുകൊണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ വെളിയിൽ ആരെങ്കിലും ഒരാളെ കണ്ടാൽ, ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ, ഒരു 10 രൂപയാണെങ്കിൽ അവന് സ്വതക്ക കൊടുക്കണം. ആ യാത്രയിൽ ഉദ്ദേശം നിറവേറ്റും. നിങ്ങൾ ചെയ്തു നോക്കാത്തതുകൊണ്ടാണ്. ചെയ്തു നോക്കണം. യാത്ര നമ്മൾ പുറപ്പെടുമ്പോൾ വഴിയരികിൽ കാണുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, ഒരു യാചകൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഒരു പാവപ്പെട്ട ഒരു വിധവയാകുന്ന ഒരു സഹോദരി, അവരെ നമ്മൾ ആരെങ്കിലും ഒരാളെ കാണുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക. ഇനി ഒന്നുമില്ല, ആരെയും കണ്ടില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, അവർക്കൊരു ചെറിയൊരു സ്വതക്ക നൽകിയിട്ട് നമ്മുടെ ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി ഇറങ്ങി നോക്കും. ഉറപ്പായിട്ടും നിറവേറും. അതൊക്കെ മുജറബാണ്, പരീക്ഷിച്ചറിയേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാമയനാണ്. അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ കരുണാമയനാണ്. കരുണ ലോകത്ത് വിഭാവനം ചെയ്യുന്ന വ്യക്തിയാണ്. ആ പ്രവാചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനോ കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ്. ആ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കലോ കരുണ നൽകപ്പെടാനും നിദാനമാണ്. ലഅല്ലക്കും തുർഹമൂൻ എന്നാണ് പറഞ്ഞത്. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് നിശ്ചയമായും കരുണ നൽകപ്പെടും. ലഅല്ല എന്ന പദം സാധാരണഗതിയിൽ അറബിയിൽ വന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം എന്നാണ്. പക്ഷേ ഖുർആനിൽ ലഅല്ല വന്നു കഴിഞ്ഞാൽ ലിത്തഹ്ഖീഖി, ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമി എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നു. അവിടെ അർത്ഥം എന്താണ്? ഉറപ്പായിട്ട് നിങ്ങൾക്ക് കരുണ നൽകപ്പെടുമെന്നാണ് ഖുർആനിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ എന്ത് കിട്ടും? കരുണ ഉറപ്പായിട്ടും കിട്ടും ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ മൊത്തത്തിൽ ടോട്ടൽ ഇപ്പൊ പറഞ്ഞു അല്ലാഹു കരുണയാണ്, റസൂലുള്ള കരുണയാണ്, ഖുർആൻ കരുണയാണ്, ഇതൊക്കെ പറഞ്ഞു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവും അവന്റെ റസൂലും ആ റസൂൽ മുഖേന നമുക്ക് നൽകിയിരിക്കുന്ന ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ഈ കരുണാമയനും കരുണാവാരിധിയുമാണെന്ന് പഠിപ്പിച്ച റബ്ബ് കരുണ ചൊരിഞ്ഞിട്ടുള്ളത് അവന്റെ സൃഷ്ടികളിൽ നിന്ന് രോഗികൾക്കാണ്. ഞാൻ നമ്മുടെ വിഷയമായിട്ട് ബന്ധം ഇവിടെ ശ്രദ്ധിക്കും.
ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിരിക്കുന്നത് ആർക്കാണ്? രോഗികൾക്ക്. അതവിടെ പറഞ്ഞു. ഖുർആൻ പരിശോധിക്കണം. ഏറ്റവും വലിയ അമലേതാണ്. സഅലതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണെന്ന് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് മറുപടി നൽകുകയാണ്, അസ്സലാത്തു ലിവഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും നല്ല അമൽ. ഏറ്റവും വലിയ അമലേതാണ് നമസ്കാര സമയത്ത് നിർവഹിക്കൽ. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നു. അതിന് മുമ്പ് എന്ത് ചെയ്യും? വുളൂ ചെയ്യും, അല്ലേ? വുളൂ ചെയ്തെങ്കിലേ എന്ത് ശരിയാവുകയുള്ളൂ? നമസ്കാരം ശരിയാവുള്ളൂ. ശ്രദ്ധ വേണം കേട്ടോ. അവിടെ ശ്രദ്ധ തെറ്റിയാൽ മുഴുവനും പോയി. ഇത്രയും നേരം കേട്ടവർ ഇനി ഒരു 15 മിനിറ്റ് കൂടി ശ്രമിക്കും. അതും കൂടി കേട്ടാലും നിങ്ങൾക്ക് വിഷയം മനസ്സിലാവും. അള്ളാഹു കരുണാമയനാണ്, റസൂലുള്ള കരുണാവാരിധിയാണ്, അതുപോലെ തന്നെ ഖുർആൻ കരുണ വിഭാവന ചെയ്യുന്ന ഗ്രന്ഥമാണെന്നൊക്കെ പഠിച്ചു. എങ്കിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ, അള്ളാഹും റസൂലും ഖുർആനും ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിരിക്കുന്നത് ആർക്കാണ്? സൃഷ്ടികളിൽ നിന്ന് ആർക്കാണ്? രോഗികൾക്കാണ്. അതാണ് നമ്മൾ പഠിക്കണം. ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞിരിക്കുന്നത് രോഗികൾക്കാണ്. അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വുളൂ ചെയ്യും, അല്ലെ സഹോദരിമാരെ? നമ്മൾ എന്ത് ചെയ്യും? വുളൂ ചെയ്യും. വുളൂ ചെയ്യുന്ന സന്ദർഭത്തിലോ വുളൂ ചെയ്യാൻ വേണ്ടി ഒരാൾ വരികയാണ്. പൈപ്പിന്റെ അടുത്തോട്ട് വന്നപ്പോഴാണ് അവന്റെ കൈ ഇങ്ങനെ ഒരു വിരല് മൊത്തം ബാൻഡേഡ് ചുറ്റിയിരിക്കുക. എന്താ? ഇന്നലെ കറിക്ക് വേണ്ടി ഭാര്യയെ സഹായിച്ചതാണ്. കറി അരിഞ്ഞ സമയത്ത് വിരല് കൂടി അങ്ങോട്ട് മുറിഞ്ഞു പോയിട്ടു. അപ്പൊ ഒരു ബാൻഡേഡ് ചുറ്റിയിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? അതരസെ പഠിച്ചല്ലേ? എന്ത് ചെയ്യണം? 10 ദിവസം നിസ്കരിക്കാതെ ഉറങ്ങാം, അല്ലേ? അതാ പഠിച്ചത്. തയമ്മും ചെയ്യണം. എന്ത് ചെയ്യണം? വുളൂ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വുളൂഇന്റെ അവയവത്തിൽ മുറിവ് പറ്റിയാൽ എന്ത് ചെയ്യണം? തയമ്മും ചെയ്യണം. പഠിച്ചിട്ടില്ലേ? മദ്രസ പഠിച്ചതല്ലേ? പഠിച്ചിട്ടുള്ളൂ, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. വിരല് മുറിഞ്ഞു പോയാൽ അള്ളാഹ് പിന്നെ 10 ദിവസത്തേക്ക് പള്ളിയിലില്ല. കൈയൊന്ന് ബാൻഡേഡ് ചുറ്റി ഒരു ഇത് ചുറ്റിയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഉസ്താദ് ചോദിക്കും, എന്താണ് വഹബീസ് ചോദിക്കും, എന്താ പള്ളി കാണുന്നില്ല? ഒന്നുമില്ല, കയ്യൊന്ന് ചെറുതായിട്ടൊന്ന് ഉളുക്കിയായിരുന്നു. അപ്പോൾ ചെറിയൊരു ബാൻഡേഡൊക്കെ ചുറ്റി. വീട്ടിലാണെങ്കിൽ ഉമ്മ സൂപ്പൊക്കെ അടിച്ച് റാഹത്തായിട്ട് നല്ല നാടൻ ചിക്കൻ. ഇന്നിപ്പോൾ മാജിദിക്കാടെ വീട്ടിൽ നാടൻ ചിക്കൻ. മാജിദ് എന്നല്ലേ പേരല്ലേ? പേരെന്താ? മജീദ്. മജീദ് സാഹിബ്. അതാ അള്ളാഹു കബൂലാക്കട്ടെ. നാടൻ ചിക്കൻ വേണമെങ്കിൽ മൂപ്പരെടുത്ത് പോയാൽ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കബൂലാക്കട്ടെ. നല്ല ഭക്ഷണം. അപ്പൊ ഇതൊക്കെ സൂപ്പൊക്കെ അടിച്ച് റാഹത്തായിട്ട് വീട്ടിൽ തന്നെ കൂടുകയാണ്. എന്ത് ചെയ്യുന്നില്ല? നമസ്കാരം നമസ്കരിക്കത്തില്ല. പല ആളുകളും ഇതൊക്കെ മസലകൾ പഠിച്ചവർ പോലും പ്രായം ചെന്ന നല്ല തഖ്വയുള്ള പാവപ്പെട്ട ഉപ്പമാരും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അലസത വെക്കാൻ അത്രയും നിസ്കാരം അങ്ങ് പൊക്കോട്ടെ എന്ന് വേണേ പിന്നെ ഖളാ വിട്ടാന്ന് പറയും. പിന്നെ ഖളാ വിട്ടത്തുമില്ല. ശറഅ് പഠിപ്പിക്കുന്നത് ഒരിക്കലും പാടില്ല. വുളൂ എടുക്കേണ്ട അവയവങ്ങളിൽ, വുളൂ എടുക്കേണ്ട അവയവം ഏതാണ്? മുഖം, അതുപോലെ തന്നെ നമ്മുടെ മുൻകൈ ഇവിടം വരെ, മുട്ടുവരെയുള്ള ഭാഗം, നമ്മുടെ കാലിന്റെ കണങ്കാല് വരെയുള്ള ഭാഗം, അല്ലേ? ഈ അവയവങ്ങൾ, തല, ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ട് എങ്കിൽ ആ അവയവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. ആ അവയവമല്ലാത്ത മറ്റ് അവയവങ്ങൾ എന്ത് ചെയ്യണം? വുളൂ എടുക്കുന്നത് പോലെ വെള്ളം കൊണ്ട് തന്നെ ശൗചം ചെയ്ത് ഏതൊരു അവയവത്തിനാണോ മുറിവ് പറ്റിയത് ആ അവയവത്തിന് വേണ്ടി മണ്ണെടുത്ത് 2 കൈയും നിയത്ത് വെച്ച് നിവർത്തി വെച്ച് അടിച്ച് ഒന്ന് കുടഞ്ഞ് മുഖത്തൊന്ന് തടകി വീണ്ടും ഒന്നടിച്ച് അവന്റെ കൈ ഒന്ന് തടകി 2 കൈയും തടയും കൊണ്ട് വിട്ടാൽ തയമ്മുമായി. ഇതാണ് തയമ്മം. പക്ഷെ ഇത് ആരോടാ ചെയ്യാൻ പറഞ്ഞത്? രോഗിയാകുന്ന, വുളൂ എടുക്കാൻ വേണ്ടി വന്ന സഹോദരൻ രോഗാതുരകമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അള്ളാഹു ഇളവ് അവന് കൊടുത്തു. എന്ത് ചെയ്താൽ മതി? തയമ്മം ചെയ്താൽ മതി. അതാണ് നമ്മുടെ വിഷയത്തിന്റെ പോയിന്റ്. ശ്രദ്ധ ഇവിടെ വരണേ, നല്ല ശ്രദ്ധ വരണം. സൂറത്തുൻ നിസാ 43-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل وإن كنتم مرضى أو على سفر أو جاء أحد
منكم من الغائط أو لامستم النساء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു കരുണാമയനാണ്, കരുണാവാരിധിയാണ്. അവൻ റസൂലോ ലോകർക്ക് മുഴുവനും കരുണ നൽകുന്ന വ്യക്തിത്വമാണ്. ആ പ്രവാചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനോ ലോകത്ത് മുഴുവനും കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമത്രേ. ആ ഖുർആൻ കേട്ടുകൊണ്ടിരുന്നാൽ കരുണ ചെയ്യപ്പെടാൻ നിദാനവുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ട് ഖുർആനിലൂടെ തന്നെ പറയുകയാ, അല്ലാഹുവും അവന്റെ റസൂലും തന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും കരുണ ചൊരിഞ്ഞിരിക്കുന്നത് രോഗികൾക്കാണ്, രോഗികൾക്കാണ്. വദു എടുക്കാൻ വേണ്ടി വന്നതായ സഹോദരൻ വദുഇന്റെ അവയവങ്ങളിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവന് രോഗിയാണ്, രോഗിയാണ്. ആ രോഗിയാകുന്ന വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധത്തിൽ വെച്ചുകൊണ്ട് നീ വെള്ളം കൊണ്ട് വദു എടുക്കണേ എന്ന് പറയുന്നില്ല. ആ രോഗിയോട് പറയുന്നത് ഫതയമ്മമു സഈദൻ ത്വയ്യിബാ ഫംസഹു ബിവജൂഹികും വഅയ്ദീകും. ശുദ്ധമായ മണലെടുത്തിട്ട് നീ തയമ്മം ചെയ്ത് നമസ്കരിച്ചാൽ മതിയേ. ആ മുറിവ് പറ്റിയ അവയവത്തെ നീ വെള്ളം കൊണ്ട് ശൗചം ചെയ്യേണ്ടതില്ല. എന്താ കാരണം? നീ രോഗിയാണ്. രോഗിയായതുകൊണ്ട് അള്ളാഹു നിനക്ക് ഇതാ ഇളവ് നൽകുന്നു, നിനക്ക് കരുണ ചെയ്യുന്നു, നിന്റെ മേൽ അള്ളാഹു കരുണ നൽകുന്നു. മനസ്സിലായോ? ആര് കരുണ ചൊരിഞ്ഞു? അള്ളാഹു കരുണ ചൊരിഞ്ഞു. ആരുടെ മേല്? ഒളു എടുക്കാൻ വേണ്ടി വന്ന സഹോദരന്റെ കയ്യിൽ അല്ലെങ്കിൽ മുഖത്ത് അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ട്, ഒളുവിന്റെ അവയവത്തിന് മുറിവുണ്ട്. നീ എന്ത് ചെയ്താൽ മതി? വെള്ളം ഉപയോഗിക്കരുത് ആര് പറഞ്ഞിട്ടുണ്ട്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്ത് മതി? തയമ്മം ചെയ്താൽ മതി, നിനക്ക് ഇളവ്. നീ അങ്ങനെ തിരിച്ചാൽ മതി കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ ഇന്നി ലീബാസൂർ. ഹബീബായ നബി തങ്ങളെ, എനിക്ക് മൂലക്കുരുവിന്റെ അസുഖമുണ്ട് നബിയേ, എനിക്ക് പ്രയാസമാണ് നിന്ന് നമസ്കരിക്കാനെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, ഇല്ലം തസ്തതി ഫബിഖാഇ നിന്ന് നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ നിനക്ക് ഇരുന്ന് കൊണ്ട് നമസ്കരിക്കാമെന്ന് ഹബീബായ റസൂലുള്ളാഹി. രോഗിയായ വ്യക്തിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എനിക്ക് ബാസൂറിന്റെ അസുഖമുണ്ട് നബിയേ, എനിക്ക് സുഖമില്ല നബിയേ, സുഖമില്ല നബിയേ. ഹബീബായ നബി തങ്ങളുടനെ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുകയാണ്. കാരണം നബി തങ്ങളുടെ റഹ്മത്തുൽ ആലമീന, ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് നബി തങ്ങൾ. കാരുണ്യത്തിന്റെ കവാടം തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഇല്ലം തസ്തതി ഫബിഖാഇദാ. നിന്ന് നമസ്കരിക്കാൻ നിനക്ക് കഴിവില്ല എങ്കിൽ ഇരുന്ന് നമസ്കരിക്കണേ, ഇരുന്ന് നമസ്കരിക്കണേ. വഇല്ലം തസ്തതി ഫഅലാ ജംബിൻ. ഇരുന്ന് നമസ്കരിക്കാൻ നിനക്ക് കഴിവില്ല എങ്കിൽ വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഖിബിലക്ക് അഭിമുഖമായി നമസ്കരിക്കണേ. ഹബീബ് റസൂലുള്ളാഹി. നിന്ന് നിസ്കരിക്കാൻ കഴിവില്ല, നീ എങ്ങനെ നിസ്കരിച്ചാൽ മതി? എങ്ങനെ നിസ്കരിച്ചാൽ മതി? ഇരുന്ന് നിസ്കരിക്കാനും കഴിവില്ല, നീ എങ്ങനെ നിസ്കരിക്കുക? വലതുവശം ചെരിഞ്ഞ് കിബിലയിലേക്ക് മുഖം തിരിച്ചു വെച്ചിട്ട് നീ കിബിലയ്ക്ക് അഭിമുഖമായി നിസ്കരിക്കുക. നീ എന്ത് ചെയ്യണ്ട? നിന്ന് നിസ്കരിച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഇളവ് കൊടുത്തത്? രോഗിയായതിന്റെ പേരിൽ. തന്റെ സൃഷ്ടികളിൽ നിന്ന് രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹും റസൂലും ഇളവ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ വിഷയമായിട്ടുള്ള വിഷയം മനസ്സിലായി. ആ രോഗികളെയാണ് ആര് സഹായിക്കുന്നത്? നമ്മൾ സഹായിക്കുന്നത്, നമ്മുടെ പ്രവർത്തകർ സഹായിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാ അമലുകളും ഇതേപോലെ തന്നെ. നോമ്പ് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് وبينات من الهدى والفرقان
فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് പവിത്രമാണ്, ഫമൻ ശഹീദ മിൻകും അശ്ശഹറ ഫല്ലസും. ആ റമളാനിന്റെ പകൽ നിങ്ങൾ എത്തിച്ചാൽ റമളാനിന്റെ പകൽ നോമ്പ് അനുഷ്ഠിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഖുർആൻ പറയുകയാ, അല്ലാഹു കരുണയുടെ കവാടം തുറക്കുകയാണ്. ഫമൻ കാന മിൻകും മരീദാ, നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് രോഗാതുരമായ അവസ്ഥയെത്തിയാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, റമളാനിന്റെ ദിവസത്തിൽ പിടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടണ്ട സഹോദരാ, റമളാനിന്റെ ദിവസത്തിൽ പിടിച്ചുകൊണ്ട് ബുദ്ധിമുട്ടണ്ട പെങ്ങളെ, റമളാൻ കഴിഞ്ഞിട്ട് പിടിച്ചു വീട്ടിയാൽ മതി, അടുത്ത റമളാനിന് മുമ്പ് പിടിച്ചു വീട്ടിയാൽ മതി. ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ പിന്നെ പിടിച്ചാൽ മതി കേട്ടോ. എന്താ കാരണം? രോഗിയായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇളവ്, ഇപ്പൊ പിടിക്കണ്ട, പെണ്ണ് പിടിച്ചു. ആര് പറഞ്ഞു? അല്ലാഹു. അപ്പൊ റഹ്മാനായ റബ്ബ് ഏറ്റവും കൂടുതൽ ആർക്കാ ഇളവ് കൊടുത്തിരിക്കുന്നത്? ആർക്കാണ്? രോഗികളായ ആളുകൾ. തീർന്നില്ല. ഹജ്ജ്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് ഫഇൻ ഉഹ്സിറതും ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹ്ലിഖൂ റൂസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലാ വമൻ കാന മിൻകും മരീദാ വമൻ കാന മിൻകും മരീദാ ഔ به أذى من رأسه ففدية من صيام أو صدقة أو نسك. പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തീകരിക്കണേ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പറയുകയാണ്. ഫമൻ കാന മിൻകും മരീദാ, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് നാട്ടിലുള്ളവർക്ക് ഭക്ഷണപ്പൊതി കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചുകൊണ്ട് ഫ്ലൈറ്റ് കയറിക്കൊണ്ട് യാത്ര ചെയ്ത സഹോദരനാണ്, സഹോദരിയാ, സുഖമില്ലാതെ വന്നാൽ ഫമൻ കാന മിൻകും മരീദാ ഫഫിദിയത്തും മിൻ സിയാം ഔ സദഖത്തിൻ ഔ നുസുക്, വല്ല പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് നിങ്ങളുടെ ഹജ്ജിന്റെ അമലിൽ നിന്ന് ഒഴിവാകുന്നതിൽ തെറ്റില്ല. ഇതാ ഇളവ് നൽകുകയാണെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഹജ്ജ് ഉംറ ചെയ്യാൻ നിൽക്കണ്ട, അതിൽ നിന്ന് വേഗം തഹല്ലുലായിക്കോ, ഒഴിവായിക്കോ. ഇഹ്റാം ചെയ്തിട്ടുണ്ട് ഉസ്താദേ, വേഷമൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, വേഗം തന്നെ എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുത്തിട്ട് വേഗം ഒഴിവായിക്കോ. കാരണം എന്താ? നിങ്ങൾക്ക് സുഖമില്ലാതായിരിക്കും, ഷുഗർ വല്ലാതെ കൂടിപ്പോയി, പ്രഷർ വല്ലാതെ ഇതായിപ്പോയി, ബുദ്ധിമുട്ടാണ്, ഇനി ചെയ്യാൻ പറ്റൂല, വേഗം ഒഴിവായിക്കോ. രോഗിയായതിന്റെ പേരിൽ ഇളവ്. വേറൊരു പരിപാടിക്ക് നിങ്ങൾ രോഗിയാണ്, അതുകൊണ്ട് വേണ്ട. നോമ്പ് പിടിക്കാൻ ക്ഷീണാണ്, പിടിക്കണ്ട, പിന്നെ പിടിച്ചാൽ മതി. നമസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, വലതുവശം ചെരിഞ്ഞ് കിബിലക്ക് അഭിമാനം നിസ്കരിച്ചോ, അതും പറ്റുന്നില്ലേ? എന്നാൽ രണ്ട് കാല് കിബിലക്ക് അഭിമാനമായിട്ട് വെച്ച് തല അല്പം ഒന്ന് ഉയർത്തിയിട്ട് അങ്ങനെ നിസ്കരിച്ചോ, അതിനും പറ്റുന്നില്ലേ? ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കും, അതിനും പറ്റുന്നില്ലേ? കൺപോളകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് നിസ്കാര രീതി. നമ്മൾ ആദ്യം അറിയുന്നതാ എഴുന്നേറ്റിരിക്കുക, കസേരയിൽ ഇരിക്കുക, ഇതല്ല വേറെ പരിപാടിയിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, നേരെ മാറി കടക്കുക. ഇത് മാത്രമേ നമുക്കറിയാവുള്ളൂ. വേറെ നിസ്കാരം നമുക്കറിയില്ല, ശരിയല്ലേ? ഇന്ന് പള്ളികളിൽ മുഴുവനും കസേര നിസ്കാരം മൊത്തം. ഈ കുറച്ചാൾ കഴിയുമ്പോൾ ഉസ്താദിന് ഒരു കസേര വാങ്ങിച്ചു കൊടുക്കും, റാഹത്ത്, എല്ലാവരും കൂടെ കൂട്ടമായിട്ട് കസേര. വെറുതെ പറയില്ല, കസേര. വാപ്പ മരിച്ച അവിടെ നിയത്താക്ക 10 കസേര കുന്നത്തേരി പള്ളിക്ക്, വാപ്പ മരിച്ച ആലുവ പള്ളിക്ക് 10 കസേര, റാഹത്ത്. പള്ളി മുഴുവൻ കസേര കൊണ്ട് അമ്മാനാടി. സുഖമില്ലാത്തവനും അല്ലാത്തവനും ഒക്കെ, ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും. ചെറിയ വിഷയമുള്ളൂ സംഭവം. ഇവിടെ ചെറുതായിട്ടൊന്ന് റുക്കു ചെയ്യുമ്പോൾ ഒരു ചെറിയ വേദനയുണ്ട്, ആരും കുഴപ്പമില്ല. കസേര ഇരുന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല, റാഹത്ത്. എല്ലാവരും കാണുകയും ചെയ്യാം, എല്ലാവർക്കും എന്നെ കാണാം, വന്നവരെ കാണാം. ഞാൻ പള്ളി വന്നിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യാം. മറ്റേ താഴെ ഇരുന്ന് ആരും അറിയത്തില്ല, കസേര ഇരുന്നപ്പോൾ റാഹത്തായിട്ട് എന്നെ എല്ലാവരും കണ്ടു. അതുകൊണ്ട് മുഴുവൻ കസേര. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
നമസ്കാരം ശരിയാവൂല. ചില പള്ളികളിലുണ്ട് പിൻഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഡെസ്കും ബെഞ്ചും കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് സഹോദരിമാര് ശ്രദ്ധിക്കണ്ടേ, ഇത് സഹോദരങ്ങൾക്കുള്ളതാണ്. പിന്നെ ഭർത്താക്കന്മാർ വന്നിട്ടില്ലേ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില പള്ളികളിൽ എങ്ങനെയാണ് ഡെസ്കും ബെഞ്ചും ഉൾപ്പെടെ കറക്റ്റ് ചെയ്തിരിക്കുക, നല്ല റാഹത്തായിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി. പരിയാവൂല. കാരണം എന്താ, ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് ഇവിടെ നമസ്കാരം പറഞ്ഞിട്ടുള്ളത്. ചിലർക്ക് റുക്കൂഉം സുജൂദും അല്പം കൂടി കൂടുതൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അവന്റെ നടുവ് അത്രത്തോളം വളയ്ക്കാം, ഒരു പ്രശ്നം ഉണ്ടാവൂല. കാലിലെ മുട്ടിനായിരിക്കും ഒരു പ്രശ്നം. റുക്കൂഉം സുജൂദും കുറച്ചുകൂടി കൂടുതൽ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ പള്ളിയിലെ കമ്മിറ്റിക്കാർ ഇതാ ഡെസ്ക് ഇത്രയും പൊക്കത്തിൽ ചെയ്തു വെച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ മേല, കുനിയാൻ മേല. അവിടെ കൊണ്ട് തന്നെ സുജൂദ് ചെയ്തിട്ട് റുക്കൂഉം ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. നമസ്കാരം പോയി. ആര് കാരണം? പള്ളി കമ്മിറ്റിക്കാർ. അല്ലാഹു ആശീർവദിക്കട്ടെ. ഞാൻ വെറുതെ പറയില്ല, മിക്ക പള്ളിയിലും പണിതിട്ടില്ലേ, മിക്ക പള്ളിയിലും ഉണ്ട് ഇതേപോലെ പണിതിട്ടില്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മിക്ക സഹോദരങ്ങൾ മിക്ക പള്ളികളിലും ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് കസേരയുണ്ട്. കസേര നമസ്കാരം അത് ഏറ്റവും കൂടുതൽ പറ്റുന്നവർക്ക്, തീരെ സുഖമില്ലാത്ത ആളുകൾ, അവർക്ക് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ചിലപ്പോൾ റുക്കൂഉം സുജൂദും പറ്റാത്തവരുണ്ടാകും. അവർക്ക് നിന്നുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതാം, മറ്റു കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എന്താ ചെയ്യുന്നത്, കാലിന് സുഖമില്ല എന്ന് പറഞ്ഞ് വേഗം കസേരയോട്ട് അങ്ങ് ഇരുന്ന് ചാരി മൂപ്പര് അൽബക്കർ ഓതിയാലും ഒരു കുഴപ്പമില്ല, റാഹത്ത് സുഖം. ഒറ്റയിരിപ്പിന് പറ്റത്തില്ല. എന്നിട്ട് ഉസ്താദിന് കുറ്റം പറയാം, ഉസ്താദ് ചെറിയ സൂറത്തൊക്കെ പോകുന്നത്. ബാക്കിയുള്ളവർ നിന്നിട്ട് കാലെ നീരായി ഹയവാൻ കസേരമേ കയറി റാഹത്തായിട്ട് കടന്നിട്ട് പറയാം ചെറിയ സൂറത്ത് ഇയാൾക്ക് നല്ല സുഖമുണ്ട്. ഫാൻ്റെ അടിയിൽ ഇരിക്കുക, കറക്റ്റ് ഫാൻ്റെ അടി കൊണ്ട് ഇടുകയാണ്. ബാക്കിയുള്ളവന് നിസ്കാരം പോയി, എല്ലാം പോയി. അതുകൊണ്ട് തീരെ സുഖമില്ലാത്തവരെ എന്തിലേക്ക് കയറാവുള്ളൂ, കസേരയിലേക്ക് വരും. ഞാൻ വെറുതെ അല്ല, നിന്നുകൊണ്ട് അവർക്ക് ഫാത്തിഹ സൂറത്ത് ഓതാനും കേൾക്കാനും ഒക്കെ പറ്റുന്നവരാണ്. എന്തേ പറ്റാത്തുള്ളൂ, റുക്കൂഉം സുജൂദും ചെയ്യുന്നതിനെ ബുദ്ധിമുട്ടുള്ളൂ. എങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് പറയുന്നത്, കസേര പറയുന്നത്. മിക്ക സഹോദരങ്ങൾക്കും നിൽക്കാൻ കഴിവുണ്ട്, ആ റുക്കൂഉ പോകുമ്പോൾ ഒരു വേദന വരുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് കാല് നീര് കെട്ടി വീർത്തു. أحيا الظلام إلى أن اشتكت قدما والله رمين ورمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മുസ്ലിം മതങ്ങൾ പാടിയില്ലേ, നിന്നുകൊണ്ട് നമസ്കരിച്ചതാകുന്ന ആള് കാലിൽ നീരുകെട്ടി വീർത്തതാകുന്ന പ്രവാചക പൊങ്കവനോട് ഞാൻ അക്രമം ചെയ്തവനാണ്. ഒരാളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു പോയി. രാത്രി മുഴുവനും അദ്ദേഹം ഇബാദത്ത് കൊണ്ട് ജീവസുച്ചിതാക്കിയ വ്യക്തിയാണ്. തന്നെ രണ്ട് കാലുകളും പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചതിന്റെ പേരിൽ ഫർളാക്കപ്പെട്ട നമസ്കാരമല്ല, 5 വഖത്ത് നമസ്കാരങ്ങളല്ല, സുന്നത്ത് നമസ്കരിച്ച് പ്രവാചകന്റെ രണ്ട് കാലുകളും നീരിനാൽ കെട്ടുകയാണ്, നീരിനാൽ വീർക്കുകയാണ്. ആ പ്രവാചകരോട് എത്ര വലിയ അക്രമമാണ് ഞാൻ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചോദിച്ചെങ്കിൽ, ഒരു ചെറിയ വേദന വരുമ്പോ കടക്കുന്നവരെ, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോ ഉറങ്ങുന്ന സമൂഹമേ, നാളെ ആ പ്രവാചകന്റെ ചാരത്തേക്ക് നമുക്ക് ചെല്ലണ്ടയോ? ആ പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസർ നമുക്ക് കുടിക്കണ്ടയോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോന്നും നോമ്പ്, നിസ്കാരം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചത്? ആരെയാണ്? രോഗികളെയാണ് ആര് കരുണ ചെയ്തിരിക്കുന്നത്? അല്ലാഹു കരുണ ചെയ്തിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു കരുണാമയനാണ്, അല്ലാഹു കരുണാവാരിധിയാണ്. ആ കരുണാമയനും കരുണാവാരിധിയുമാകുന്ന പടച്ചറബ് അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും കരുണ ചൊരിഞ്ഞിരിക്കുന്നത് രോഗികൾക്കാണ്. ആലുവാക്കുന്ന തേരിയിലുള്ള പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ.
റഹ്മാനായ പടച്ച റബ്ബിന്റെ വിശേഷണം കൊണ്ട് നിങ്ങൾ വിശേഷമുള്ളവരാകണേ. അഥവാ റബ്ബിന്റെ വിശേഷണം എന്താണ്? കരുണ ചൊരിയലാണ്. തന്റെ സൃഷ്ടികൾക്ക് കരുണ ചൊരിയലാണ്. അഥവാ സൃഷ്ടികളിൽ നിന്ന് രോഗികൾക്ക് കരുണ ചൊരിയലാണ്. തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ. റഹ്മാനാകുന്ന പടച്ച റബ്ബിന്റെ വിശേഷണം കൊണ്ട് നിങ്ങളും വിശേഷണമുള്ളവരാകണേ. അഥവാ പാവപ്പെട്ട നാട്ടിലുള്ള രോഗികൾക്ക് വിധവകൾക്ക് അത്താണിയായി വർത്തിക്കണേ, വർത്തിക്കണേ. നിരാലംബരായ ആളുകൾക്ക് അവലംബമാകാൻ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുക. നിന്റെ സമ്പത്ത് കൊണ്ട് കഴിയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലം തുഅ്മിനൂ ഹത്താ തുറഹിമൂ. സ്വഹാബത്തെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. നബി തങ്ങൾ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഹത്താ തുറഹിമൂ. നിങ്ങൾ കരുണ ചെയ്താലല്ലാതെ, കരുണയുടെ കവാടങ്ങൾ നിങ്ങൾ ലോകർക്ക് മലർക്ക് തുറന്നാലല്ലാതെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. KMCF-ന്റെ പ്രവർത്തകരെ സന്തോഷിക്കണേ, സന്തോഷിക്കണേ. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം ചെറുതല്ല. ഒരുപക്ഷെ 6ഓളം പേരുകളായിരിക്കും നിങ്ങൾ ഉണ്ടാവുക, 10-ൽ താഴെ അംഗങ്ങളായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികളോട് നടത്താൻ പറഞ്ഞ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ചെറുതല്ല, ചെറുതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, നിങ്ങൾ കരുണ ചെയ്യാതെ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. ഫഖാലൂ കുല്ലുനാ റഹീം യാ റസൂലല്ലാഹ്, കുല്ലുനാ റഹീം യാ ഹബീബല്ലാഹ്. ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, നബിയേ, ഞങ്ങൾ കരുണ ചെയ്യുന്നവരാണ് നബിയേ. ഞങ്ങൾ പരസ്പരം കരുണ ചെയ്യുന്നവരാണ്. ഞങ്ങൾ വിശ്വാസികൾ പരസ്പരം കരുണ ചെയ്യുന്നവരാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുക്കുകയാണ്, വല്ല അന്തും നിങ്ങൾ ചെയ്യേണ്ട കരുണ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാകിന റഹ്മത്തുല്ലാമാ ലൈസ ബിറഹ്മതി അഹദികും. നിങ്ങൾ വിശ്വാസികൾക്കിടയിലുള്ള പരസ്പരം കരുണയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വലാകിന റഹ്മത്തുൽ അമ്മാ, പാവപ്പെട്ടതാകുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ മാത്രമല്ല, കുന്നത്തേരിയിലുള്ള എത്രയോ പാവപ്പെട്ട സഹോദരിമാരുണ്ട്. ഒരു കഞ്ഞിക്ക് വകയില്ലാതെ കഴിയുന്നവര്, ഇന്നലത്തെ ചായ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഭക്ഷണം കഴിക്കാത്തവര്, ഉടുതുണിക്ക് മറുതുണി കൊടുക്കാത്തവര്, എത്രയെത്ര പാവപ്പെട്ട സഹോദര സമുദായത്തിലെ വിശ്വാസിനികളുണ്ട്. അവർക്ക് നിങ്ങൾ കരുണ ചെയ്യണേ. ലം തുഅ്മിനൂ ഹത്താ തുറഹിമൂ. അവിശ്വാസികൾ കൂടി കരുണ ചെയ്യാതെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. KMCF-യുടെ പ്രവർത്തകർക്ക് കയ്യിൽ കിട്ടുന്ന പണം അത് മുസ്ലിമിനും നൽകും, അത് അമുസ്ലിമിനും നൽകും. പാവപ്പെട്ടവർക്ക് മാത്രം നീക്കി വെക്കുകയാണ്. കാരണം പാവപ്പെട്ടവരെ സഹായിക്കൽ കൊണ്ടാണ് ആഖിറത്തിലെ വിജയമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? യഥാർത്ഥ വിശ്വാസിയായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയതും അവരെയല്ലയോ, അവരെയല്ലയോ? ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, നാളെ സിറാത്ത് പാലം ആർക്ക് കടക്കണോ അവർ തീർച്ചയായും പാവങ്ങളെ സഹായിക്കണേ. ഫലഖദഹമൽ ലഖബാ വമാ അദ്റാക മൽ ലഖബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, തിങ്ങി നിരങ്ങിയിട്ടെങ്കിലും ആ മലമ്പാതയൊന്ന് കടക്കണ്ടയോ, ആ സിറാത്ത് പാലം കടക്കണ്ടയോ? അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് ചോദിക്കുകയാണ്, വമാ അദ്റാക മൽ ലഖബ, ആ മലമ്പാത കടക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ഫഖു റഖബ, അടിമകളെ മോചിപ്പിക്കലാണ്. ഇന്ന് അടിമകളില്ല. അടിമകളുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഇന്നും നമുക്ക് പാഠമാണ്. അഥവാ അടിമത്തത്തിലേക്ക് പോയി കടക്കണിയിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർ, ഒരു നേരത്തെ കുടിനീരിറക്കാൻ വകയില്ലാത്തവർ, പാവപ്പെട്ട എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ട സഹോദരിമാരുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയി, തന്റെ ആശ്രയം മറ്റുള്ളവരിലാണെന്ന് മനസ്സിലാക്കി കൂടുന്ന എത്രയോ പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരുണ്ട്. രോഗികളാണവർ. നിത്യരോഗിയായതിന്റെ പേരിൽ തന്റെ കുടുംബം വീറ്റ് തന്റെ ജീവിതം മുഴുവൻ
പണയപ്പെടുത്തിയിട്ട് ജനങ്ങളോട് തെണ്ടിയിട്ട് കൊടുക്കാതെ വന്നപ്പോ നാട്ടിലുള്ളതാകുന്ന കമ്മിറ്റി സെക്രട്ടറിയെ കൊണ്ട് കത്തെഴുതിച്ചിട്ട് കേരളക്കരയിലുള്ള മുഴുവൻ ഓരോ പള്ളികളിലും പോയിട്ട് വെള്ളിയാഴ്ച ദിവസം തലയിലിട്ടിരിക്കുന്ന മുഖമക്കര നിലത്തേക്കിട്ടുകൊണ്ട് പിരിച്ച പാവങ്ങളില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, അടിമത്തത്തിലേക്ക് പോയതാകുന്ന ആളുകളില്ലയോ, അഥവാ കടക്കണിയിൽ കുടുങ്ങി രോഗത്തിന് വേണ്ടി ചികിത്സിച്ച് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ക്യാൻസറാണ്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ക്യാൻസറാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ക്യാൻസറാണ്, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സുഖമില്ലാതെ കിടപ്പിലാണ്. ആ തളർവാദം പിടിച്ചു കിടക്കുന്ന മാതാപിതാക്കളെ ചികിത്സിച്ച് സ്വന്തം കച്ചവട സ്ഥാപനം മുഴുവനും പൂട്ടേണ്ട നിലയ്ക്ക്, സ്വന്തം ജീവിതം മുഴുവനും താറുമാറാകേണ്ട നിലയ്ക്ക് മാറിയിട്ട് പോലും ആ പാവപ്പെട്ട മാതാപിതാക്കളെ ചികിത്സിക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ചികിത്സിക്കുന്ന പാവങ്ങളില്ലയോ? ട്രെയിനിൽ തലവെക്കേണ്ട അവസ്ഥയുണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കുന്ന പാവങ്ങളില്ലയോ? അങ്ങനെ കടക്കണിയിൽ കുടുങ്ങിയതാകുന്ന ആളുകളെ മോചിപ്പിക്കലാ സിറാത്ത് പാലം കടക്കാനുള്ള പോംവഴിയെന്ന് ഹബീബായ റസൂലുള്ളാഹി